മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ UDF 29 അവരുടെ ആധിപത്യം തുടരുന്നു. അവിടെ 11 മാത്രമായി LDF വരുന്നു എന്നതാണ് കാണേണ്ടത്. തിരുവനന്തപുരം NDA ശക്തമായ ആധിപത്യം 28 NDA വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. 13 UDF, 16 മാത്രമായി LDF മാറുന്നു എന്നതാണ് കാണേണ്ടത്. അവിടെ LDF-നും UDF-നും ഒരുപോലെ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ട കാര്യം തന്നെയാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 16 LDF, 6 UDF, 1 NDA ആ നിലയ്ക്കാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 13 UDF-ഉം 12 LDF-ഉം ആ നിലയിൽ പോകുന്നു. മുനിസിപ്പാലിറ്റികളിൽ 53 UDF ആധിപത്യം ആ നിലയ്ക്ക് UDF തങ്ങളുടെ പതിവ് ശൈലി മാറ്റമില്ലാതെ തുടരുന്നു. 53 UDF-ഉം 30 LDF-ഉം. ജില്ലാ പഞ്ചായത്തുകളിൽ 7 UDF-ഉം 6 LDF-ഉം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 77 UDF ഉള്ളത്. അവിടെ പിന്നോട്ട് പോയിരിക്കുകയാണ്. LDF ആ നിലയ്ക്കാണോ ഉള്ളത്? എന്തായാലും പാലക്കാട് നഗരസഭയിലും പന്തളം നഗരസഭയിലും NDAക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതേസമയം തൃപ്പൂണിത്തുറ നഗരസഭയിൽ ആദ്യമായി വലിയ മുന്നേറ്റം NDA കാഴ്ചവെക്കുന്നു. ആ നിലയിലാണ് പോകുന്നത്. കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് LDF-നൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. കൂടുതൽ സീറ്റുകൾ അവർക്ക് നേടാനായിരുന്നു. പക്ഷേ അവിടെയെല്ലാം തിരിച്ചടി ഉണ്ടായിരിക്കുന്നതാണ് കാണേണ്ട ഒരു കാര്യം. പാലാ നഗരസഭയിൽ അവിടെ സ്വതന്ത്രം തീരുമാനിക്കും ആര് ഭരിക്കണമെന്നത്. ആ നിലയിലായി കാര്യങ്ങൾ ആ നിലയ്ക്ക് പോയിരിക്കുന്നു. എന്തായാലും മുൻ MLA KC രാജഗോപാൽ അവിടെ മെഴുവേലിൽ പത്തനംതിട്ടയിൽ വിജയിച്ചിരിക്കുന്നു. EM അഗസ്റ്റി മുൻ MLA കട്ടപ്പന നഗരസഭയിൽ തോറ്റിരിക്കുന്നു. ആ നിലയിൽ വിവരങ്ങൾ വരുന്നു. എന്തായാലും ദീപ്തി മേരി വർഗീസ് പ്രധാനപ്പെട്ട UDF-ന്റെ നേതാവ് വിജയിച്ചിരിക്കുന്നു. റിജിൽ മാക്കുറ്റി വിജയിച്ചിരിക്കുന്നു. പാളയത്ത് പത്തനി തോമസ് NDA സ്ഥാനാർത്ഥി തോറ്റിരിക്കുന്നു. അതോടൊപ്പം തന്നെ BJP-യുടെ നവ്യ ഹരിദാസ് കോഴിക്കോട് വിജയിച്ചിരിക്കുന്നു. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ LDF-ന് വലിയ തിരിച്ചടി അവിടെ തോറ്റിരിക്കുന്നു. ആ നിലയിലാണ് ഉള്ളത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ തവണ ഒരു റീലിൽ കണ്ട പോലെ അദ്ദേഹം തൂക്കുമെന്ന് പറഞ്ഞ പോലെ തൂക്കിയെന്ന് തന്നെയാണ് പറയേണ്ടത്. UDF തദ്ദേശം അങ്ങ് തൂക്കിയെന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വലിയ മുന്നേറ്റം, വലിയ തരംഗം UDF-ന്റെ തരംഗം ഉണ്ടായിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. വൈറ്റിൽ, അതായത് കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റിലെ ഡിവിഷനിൽ ഒരു സംഭവമുള്ളത്. അവിടെ UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികളാണ്. അവിടെ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയാണ്. പക്ഷേ UDF സ്ഥാനാർത്ഥി CPM-ൽ നിന്ന് വന്നതാണ്. VP ചന്ദ്രൻ അവിടെ ജയിച്ചു. അതേസമയം കോൺഗ്രസിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ അത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജഗതി ഡിവിഷനിൽ അവിടെ ഈ സീരിയൽ താരമായ പൂജപ്പുര രാധാകൃഷ്ണനാണ് മത്സരിച്ചിരുന്നത്. അദ്ദേഹം അവിടെ തോറ്റിട്ടുണ്ട്. LDF ആ വാർഡിൽ 3-ാം സ്ഥാനത്താണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജഗതി വാർഡിലാണത്. അതുപോലെ തന്നെ തിരുവനന്തപുരം കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്രൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു കാര്യം എന്ന് പറയുന്നത് 2 മേയർ സ്ഥാനാർത്ഥികളും തോറ്റിട്ടുണ്ട് കേട്ടോ. 2 മേയർ സ്ഥാനാർത്ഥികളും തോറ്റു. VP മുസാഫിർ അഹമ്മദും അതുപോലെ തന്നെ PM നിയാസും അവിടെ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ LDF-ന്റെ മുന്നേറ്റം തന്നെ തുടരുകയാണ്. കാസർഗോഡ് ജില്ലയിൽ LDF-ന്റെ മുന്നേറ്റം തന്നെ തുടരുന്നു. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ LDF ആണ് അവിടെ മുന്നേറുന്നത്. അതേസമയം ഗ്രാമപഞ്ചായത്തിലും LDF മുന്നേറുമ്പോൾ UDF-ൽ നിന്ന് BJP സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. UDF-ൽ നിന്ന് BJP ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ. അതായത് 10 പഞ്ചായത്തുകളിലാണ് BJP-യുടെ മുന്നേറ്റം കാസർഗോഡ് ഉള്ളതെന്നാണ് ജോസഫ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ചാല വാർഡ്, അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡാണ് ചാല വാർഡ്. അവിടെ BJP ജയിച്ചിരിക്കുന്നു. അവിടെ SKP രമേശാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ചാല വാർഡിൽ NDA ജയിച്ചിരിക്കുന്നു. NDA സ്ഥാനാർത്ഥി SKP വിജയിച്ച് 12 വോട്ടിനാണ് ജയിച്ചത് കേട്ടോ. CPIM ജില്ലാ കമ്മിറ്റി അംഗം SA സുനിൽ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ SA സുനിലാണ് അവിടെ 12 വോട്ടിന് പരാജയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കവടിയാർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ KS ശബരിനാഥൻ ജയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ 2 UDF-ന്റെ വിമതർ വിജയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ UDF-ന്റെ വിമതരായി മത്സരിച്ച 2 പേർ വിജയിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ജോസഫ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ
കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഈ വിജയിച്ചവരുടെ ഒരു കാര്യം പറയാം. LDF അതായത് വിജയം ഇപ്പോൾ വന്നവർ, അതായത് LDFന്റെ 4 പേരുടെ വിജയം ഇപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച് ശങ്കരൻകുട്ടി നായർ P, അദ്ദേഹം മത്സരിച്ചത് വഞ്ചൂർ വാർഡിലാണ്. LDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. വി ഗോപകുമാർ മുടവൻ മുകളുടെ സ്ഥാനാർത്ഥിയാണ്. വി ഗോപകുമാർ അവിടെ വിജയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ദീപക് SP, അദ്ദേഹം പേട്ട വാർഡിലാണ് മത്സരിച്ചത്, അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ചാക്ക വാർഡിലെ LDF സ്ഥാനാർത്ഥി ശ്രീകുമാർ K ശ്രീകുമാർ, അദ്ദേഹവും അവിടെ ജയിച്ചിട്ടുണ്ട്. NDAയുടെ 10 സ്ഥാനാർത്ഥികളുടെ വിജയം നമുക്ക് ഇപ്പോൾ കിട്ടിയതനുസരിച്ച് സുകന്യ O ശ്രീകണ്ഠേശ്വരം വാർഡിലാണ് ജയിച്ചിരിക്കുന്നത്. രണ്ടാമത് R ദിനേഷ് കുമാർ ചെട്ടിവിളാകം വാർഡ്, അവിടെ R ദിനേഷ് കുമാർ NDA സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. MR ഗോപൻ നേമം, MR ഗോപൻ അവിടെ സിറ്റിംഗ് കൗൺസിലറായി നിൽക്കുന്ന ആളാണ്. MR ഗോപൻ അവിടെ വിജയിച്ചിരിക്കുന്നു. R അഭിലാഷ് എസ്റ്റേറ്റ് വാർഡിൽ ജയിച്ചിട്ടുണ്ട്. സരിത P മണക്കാട് വാർഡിൽ ജയിച്ചിട്ടുണ്ട്. ശ്രീദേവി SK പൊന്നുമംഗലം വാർഡ്, ശ്രീദേവി SK പൊന്നുമംഗലം വാർഡിൽ ജയിച്ചിട്ടുണ്ട്. പാപ്പനംകോട് സജി മത്സരിച്ചത് മേലാങ്കോട് വാർഡിലാണ്. NDA സ്ഥാനാർത്ഥിയായി അവിടെ ജയിച്ചിട്ടുണ്ട്. ശ്രീവരാഹം വാർഡിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥി മിനി R അവിടെ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർട്ട് വാർഡ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫോർട്ട് വാർഡിലെ ഹരികുമാർ S ജയിച്ചിട്ടുണ്ട്. അങ്ങനെ UDF ജയിച്ചത് നമ്മുടെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണ സുരേഷ് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാഞ്ചിറ വാർഡ് അവിടെ ത്രേസ്യാമ്മ ടീച്ചറാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ത്രേസ്യാമ്മ ടീച്ചർ അവിടെ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ R ഹരികുമാർ തമ്പാനൂർ വാർഡിൽ മത്സരിച്ച് UDF സ്ഥാനാർത്ഥി R ഹരികുമാർ ജയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് കവടിയാർ വാർഡിൽ KS ശബരിനാഥൻ മുൻ MLA വിജയിച്ചിട്ടുണ്ട്. BJPയുടെ ഒപ്പം ചേർത്ത് പറയേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ R ശ്രീലേഖ ശാസ്ത്രമംഗലം വാർഡിലും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആറ്റിങ്ങൽ വാർഡിലും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വർക്കല മുനിസിപ്പൽ, അങ്ങനെ എല്ലായിടത്തും ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ R ശ്രീലേഖ വിജയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് മുന്നേറ്റം തുടരുമ്പോൾ അടൂർ നഗരസഭ